Why Karkidakam is not a dark month but a deep month? പലർക്കും കർക്കിടകം ഏകാന്തതയുടെ മാസമാണ്. ആഘോഷങ്ങളില്ല, ഉത്സവങ്ങളില്ല. പക്ഷേ ഈ മാസത്തിന് ആകെയുള്ള ശക്തി പുനരവലോകനം, പുതിയ ഊർജത്തിന് തയ്യാറാവുക, ശരീരത്തിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കുക. അധ്വാനത്തിലൂടെ മാത്രമേ ആഴത്തിലുള്ള ആത്മബോധം ഉണ്ടാകൂ. പഴമകാലം നമ്മെ പഠിപ്പിക്കുന്നു, കർക്കിടകം വല്ലാതെ അടക്കി വെച്ചാലും അതിന്റെ അവസാനം ചിങ്ങത്തിന്റെ പുതുയുഗമാണ്. അതുകൊണ്ട് തന്നെ കർക്കിടകം ഒരു ദുരന്ത മാസമല്ല, അത് ഒരു ശുദ്ധീകരണ സമയമാണ്. കർക്കിടകം ശുദ്ധീകരണത്തിന്റെയും ആത്മസംയമനത്തിന്റെയും ഒരു മാസം. നമസ്കാരം. ഈ മഴക്കാലത്തെ നിങ്ങൾ എങ്ങനെ അനുഭവപ്പെടുന്നു? നമ്മുടെ കലണ്ടറിൽ വർഷത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മാസങ്ങളിൽ ഒന്നാണ് കർക്കിടകം. ഈ മാസം അത്രത്തോളം വ്യത്യസ്തവും ആഴവുമുള്ള സന്ദേശമാണ് പ്രദാനം ചെയ്യുന്നത്. കാലാവസ്ഥയും ആരോഗ്യ പ്രാധാന്യവും ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലായി കർക്കിടക മാസം നമ്മെ കാത്തിരിക്കുന്നു. ഇത് മഴയുടെ ശക്തിയുള്ള സമയമാണ്. നിറഞ്ഞ മഴ, ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷം, രോഗങ്ങൾ പടർന്നു പിടിക്കാൻ ഉതകുന്ന കാലാവസ്ഥ. ആയുധമായി നമ്മുടെ പുരാതന പാരമ്പര്യമായ ആയുർവേദം ഈ സമയത്ത് പ്രത്യേകം മുന്നോട്ട് വരുന്നുണ്ട്. കർക്കിടക കഞ്ഞി അസ്വസ്ഥങ്ങൾ നീക്കി ശരീരത്തെ സജ്ജമാക്കാൻ സഹായിക്കുന്നു. ഹിന്ദു സംസ്കാരത്തിൽ കർക്കിടകം രാമായണ മാസമായി അറിയപ്പെടുന്നു. രാവിലെ മുതൽ വൈകിട്ട് വരെ വീടുകളിൽ ശ്രീരാമായണ പാരായണം നടത്തുന്നു. ഇത് ആത്മസംയമനം, ധാർമ്മികത, ആത്മവിശ്വാസം എന്നിവ വളർത്തുന്നു. രാമന്റെ ജീവിതം, കടുപ്പങ്ങൾ, അധ്വാനം, ന്യായം പാലിക്കൽ നമുക്കൊരു മാതൃകയാണ് ഈ മാസം. പ്രകൃതിയോടുള്ള ബന്ധം, മഴ, നിശബ്ദത, പ്രകൃതിയുടെ സമാധാനം ഈ മാസം മനസ്സിനെ ശാന്തമാക്കാൻ ഏറ്റവും അനുയോജ്യമാണ്. ജീവിതത്തിലെ തിരക്കിൽ നിന്ന് വിട്ടുനിൽക്കാനും നമ്മൾക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാനും ഒരുതരം ആത്മസംവേദന വളർത്താനും സഹായിക്കുന്നു. പലർക്കും കർക്കിടകം ഏകാന്തതയുടെ മാസമാണ്. ആഘോഷങ്ങളില്ല, ഉത്സവങ്ങളില്ല. പക്ഷേ ഈ മാസത്തിന് ആകെയുള്ള ശക്തി പുനരവലോകനം, പുതിയ ഊർജത്തിന് തയ്യാറാവുക, ശരീരത്തിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കുക. അധ്വാനത്തിലൂടെ മാത്രമേ ആഴത്തിലുള്ള ആത്മബോധം ഉണ്ടാകൂ. പഴമകാലം നമ്മെ പഠിപ്പിക്കുന്നു, കർക്കിടകം വല്ലാതെ അടക്കി വെച്ചാലും അതിന്റെ അവസാനം ചിങ്ങത്തിന്റെ പുതുയുഗമാണ്. അതുകൊണ്ട് തന്നെ കർക്കിടകം ഒരു ദുരന്ത മാസമല്ല, അത് ഒരു ശുദ്ധീകരണ സമയമാണ്, ഒരു പുനർജന്മം കിട്ടാനുള്ള അവസരം. ഈ സന്ദേശം ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യൂ. പുതുവർഷം പോലെ പുതിയ ജീവിതം ആരംഭിക്കാം. നിങ്ങൾക്ക് വേണ്ട ആശയങ്ങൾ പങ്കുവെക്കുന്ന ഒരു മനസ്സിലുള്ള യാത്ര, ജീവിത യാത്ര.